നമസ്കാരം. വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ഓഫ് 2026 പാട്രിയോട്ട്. മലയാളത്തിന് താരരാജകുമാരൻ ലാലേട്ടനും മമ്മൂക്കി ഏകദേശം 18 കൊല്ലത്തിന് ശേഷം സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന സിനിമ. സിയൂസൂൺ ടേക്ക് ഓഫ്, പിന്നെ മാലിക് എന്ന മികച്ച ചിത്രങ്ങൾക്ക് ശേഷം മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത സിനിമ, സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനി 100 കോടിയിലധികം മുടക്കി വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയ സിനിമ. ഇതാണ് പാട്രിയോട്ട്. പാട്രിയോട്ട് കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ. കുഞ്ചാക്കോ ബോബൻ, ഫഹദ്, രേവതി, സറീൻ ഷിഹാബ്, ദർശന രാജേന്ദ്രൻ, രാജീവ് മേനോൻ എന്ന് വേണ്ട നമ്മളറിയുന്ന ഒരു പറ്റം താരങ്ങളുള്ള സിനിമ. സിനിമയുടെ പ്രൊമോഷണൽ വീഡിയോയിലൊക്കെ തന്നെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിരുന്നു എന്താണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോപ്പുള്ള ഒരു ടോപ്പിക്, പെരിസ്കോപ്പ്, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വകാര്യതയെ മാനിക്കാത്ത ഒരു ടൂൾ ഓർ സോഫ്റ്റ്വെയർ ഒരാളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ വന്നാൽ അതുണ്ടാക്കാവുന്ന വിപത്താണ് സിനിമ പറയാൻ ശ്രമിച്ചത്. സിനിമ തുടങ്ങി ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ടോപ്പിക്കിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ കോൺസിക്വൻസസ് എന്നൊക്കെ നമ്മുടെ രേവതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ കൂടെ പറയുന്നുണ്ട്. ദെൻ ലാലേട്ടന്റെ മമ്മൂക്കയുടെ എൻട്രിയാണ്. മമ്മൂക്കയുടെ സീൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ല, പക്ഷെ ഒരു മമ്മൂക്ക സിനിമയാണ്. ത്രൂ ഔട്ട് മമ്മൂക്കയോടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രം നമുക്ക് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കളങ്കാവലൊക്കെ പോലെ അങ്ങ് തകർത്ത് അഭിനയിക്കാനുള്ള സംഭവമൊന്നുമില്ല, പക്ഷെ ആ റോൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ മമ്മൂക്കയെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫഹദിന്റെ റോളുണ്ട്, കുഞ്ചാക്കോ ബോബന്റെ റോളുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവമൊന്നും അവർക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയില്ല. ഇന്റർവെൽ ആവുന്നതിന് മുന്നേ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇമോഷണലി ഭയങ്കരമായിട്ടൊന്നും പെരിസ്കോപ്പിന്റെ സംഭവങ്ങൾ കണക്ട് ആയില്ല. സംഭവം ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതമെല്ലാം സംഭവം ശരിയാണ്, പക്ഷെ ഇതേ ടോപ്പിക് അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെയോ തമിഴ് സിനിമകളിലോ അല്ലെങ്കിൽ മലയാള സിനിമകളിൽ എവിടേക്കോ കണ്ട ഒരു സംഭവം പോലെ, അല്ലെങ്കിൽ ഈ പറയാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റിന്റെ തീവ്രത കുറച്ച് കുറഞ്ഞു പോയവരാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതാണ് ഒരു മേജർ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്നവർ കംപ്ലീറ്റ്ലി എക്സിക്യൂഷൻ പാളിപ്പോയ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ ലാലേട്ടൻ എൻട്രി, ലാലേട്ടൻ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ട് ആ റോള് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ വേറൊരു സൂപ്പർ സ്റ്റാറും ഇതുപോലെ വേറൊരു സൂപ്പർ സ്റ്റാറിന് ഒരു പടത്തിൽ പോയി ഇങ്ങനെ താരപരിവേഷം ഇട്ടൊരു നടനായിട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൽ ലാലേട്ടന് ഒരു കയ്യടി കൊടുക്കേണ്ടി വരും. കാരണം രസമായിട്ടൊരു കഥാപാത്രം ചെയ്തു. ലാലേട്ടൻ എല്ലാ സിനിമയിലും നമ്മൾ എല്ലാവരെയും അടിച്ചിടിച്ച് ഓടിക്കണം, അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഒരു നടനെന്നുള്ള നിലയിൽ ലാലേട്ടൻ ആ റോള് നല്ല രസമായിട്ട് കൈകാര്യം ചെയ്തപോലെ എനിക്ക് തോന്നി. പക്ഷെ അങ്ങോട്ട് പോകുന്നതോറും മഹേഷ് നാരായണൻ തന്നെയാണോ സിനിമ തിരക്കഥ എഴുതിയെന്ന് തോന്നിപ്പിച്ച രീതിയിലുള്ള ഒരു എക്സിക്യൂഷനും ക്ലൈമാക്സും ഒക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വളരെ നല്ലൊരു അവസരം കിട്ടിയിട്ടും അത് അത്ര രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയായിട്ടാണ് എന്നെ സംബന്ധിച്ച് പാട്രിയോട്ട്. എന്നാൽ വളരെയധികം സ്കോപ്പ് ഉണ്ടായിരുന്ന സിനിമയാണ്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാമായിരുന്ന സിനിമ. അങ്ങനെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇതിപ്പോ എല്ലാ സിനിമകളിലും മാസ് എലമെന്റ്സ് എല്ലാം വേണം